ഹലോ ചെങ്ങായിമാരെ, എന്തെല്ലാം വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആരും പോവരുത് കേട്ടോ. ഈ തവണത്തെ ഒരു അവാർഡ് ഇന്ത്യൻ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് നമ്മളെ കേരളത്തിന് തന്നെ ആയിരിക്കും. എന്താണെന്നല്ലേ, ഒന്ന് ഈ ന്യൂസ് കാണിങ്ങൾ ആദ്യം, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയ കേസിൽ നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. യുവതിയുടെ മൃതദേഹം പ്രതി വൈശാഖനും ഭാര്യയും ചേർന്ന് കാറിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജി, ഗുഡ് മോർണിംഗ്. ഈ ഒരു സംഭവം ഏറെ ഞെട്ടിച്ച സംഭവമായിരുന്നു എല്ലാവരെയും. എന്താണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം? ഇപ്പോൾ ഈ സിസിടിവി ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് വൈശാഖനും ഭാര്യയും ഈ മൃതദേഹവും കാറിൽ കയറ്റുന്നത്. അപ്പോ ഈ ഭാര്യ ഈ വിവരം അറിഞ്ഞിരുന്നോ? എന്തായിരുന്നു കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാനുള്ളത്? ക്രിസ്റ്റീന, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് രാവിലെ കോഴിക്കോട് എലത്തൂരിൽ നിന്നും വരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന CCTV ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അല്പസമയം മുൻപാണ് പോലീസ് ആ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതി വൈശാഖന്റെ ഭാര്യയും സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനാണ് സാധ്യതയുള്ളത്. ഫെബ്രുവരി 5 വരെയാണ് നിലവിൽ വൈശാഖൻ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇന്നലെയാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. വൈശാഖിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഇന്നലെയാണ് നൽകിയത്. ഫെബ്രുവരി 5 വരെ കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്തു. ഇന്ന് പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതായത് ഈ ജ്യൂസ് വാങ്ങിയ കടയിൽ ഉൾപ്പെടെ വൈശാഖന്റെ സ്ഥാപനത്തിൽ ഉൾപ്പെടെ കൃത്യമായി തന്നെ പോലീസ് തെളിവെടുപ്പ് നടത്തും. അതാണ് ഇന്ന് നടക്കാനുള്ളത്. ഇന്ന് രാവിലെ തന്നെ വൈശാഖനുമായി അന്വേഷണ സംഘം ഈ തെളിവെടുപ്പ് നടത്താൻ വേണ്ടി വൈശാഖന്റെ സ്ഥാപനത്തിലും മറ്റു സ്ഥലങ്ങളിലും ഈ ജ്യൂസ് വാങ്ങിയ കടകളിലടക്കം വൈശാഖിനെ കൊണ്ട് പോയി തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് വൈശാഖിനെതിരെ പോക്സോ കേസും കൂടെ നിലവിൽ FIR ചേർത്തിട്ടുണ്ട്. അതായത് ഈ മരണപ്പെട്ട പെൺകുട്ടിയെ 16 വയസ്സ് ഉള്ളപ്പോൾ തന്നെ വൈശാഖൻ പീഡിപ്പിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോക്സോ കേസും ഈ കേസിൽ വൈശാഖിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്വേഷണ സംഘം പ്രധാനമായും ഈ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത്. ആ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുവാനും കൂടുതൽ വ്യക്തത വരുത്താനും വേണ്ടിയാണ് വൈശാഖിനെ ഇന്നലെ ഫെബ്രുവരി 5 വരെ, അതായത് 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നത്. ഈ നേരത്തെ ഈ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നുവെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വൈശാഖിന്റെ ഭാര്യ ആ കാറിൽ ഉണ്ടായിരുന്നു എന്ന് CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഭാര്യയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും അന്വേഷണത്തിലേക്കും പോലീസ് ഇപ്പോൾ നീങ്ങാൻ ശ്രമിക്കുന്നത്. ഏതായാലും എലത്തൂരിനെ ഞെട്ടിച്ച ഒരു കൊലപാതകം തന്നെയായിരുന്നു വൈശാഖൻ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരം. അപ്പൊ ന്യൂസ് കണ്ടില്ല നിങ്ങള്? ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇന്ത്യൻ ഗവൺമെന്റ് ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് അവകാശപ്പെട്ടതാ. കേരളത്തിന് അവകാശപ്പെട്ടാണെന്നേ. കാരണം എന്താണെന്ന് നിങ്ങള് ഡെയിലി 2026 സ്റ്റാർട്ട് ചെയ്തത് മുതൽ നിരന്തരമായിട്ട് വേദനിപ്പിക്കുന്ന വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ രാവിലെ എണീച്ചിട്ട് ഫോണൊക്കെ ഒന്ന് എടുത്തു നോക്കാൻ, ഒരു ന്യൂസ് ഒന്ന് തുറന്നു നോക്കാൻ പേടിയോന്നാ. കാരണം ഇന്ന് എന്തായിരിക്കും കേൾക്കാൻ പോകുന്നതെന്ന് അറിയില്ല. കാരണം അങ്ങനെയാണ് കേരളം. പറ്റം മാറിപ്പോയി നമ്മളെ കേരളം. നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലും കേൾക്കലുള്ളായിരുന്നു. അവിടെ മാതാവിനെ കൂട്ടം കൂടി ആക്രമിച്ചു, ഇവിടെ മാതാവിനെ കൊന്നു, അവിടെ മാതാവിനെ കൊന്നു, ഇങ്ങനെയുള്ള ന്യൂസുകളെ കേൾക്കാനുള്ളൂ. പക്ഷെ ഇന്ന് കുടുംബത്തോട് കൂടിയിട്ടാണ് കൊലപാതകം. കുടുംബം എല്ലാവരും കൂടി, പെണ്ണുങ്ങളും മാപ്പിളയും കുടുംബവും എല്ലാവരും കൂടിയിട്ടാണ് കൊലപാതകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. നിങ്ങൾ കണ്ടില്ല? അത് ഡെയിലി നിരന്തരം ന്യൂസുകളാണ്. സ്വന്തം മാതാവിന് ഒരു ക്രീമി മാറ്റി വെച്ചു എന്നതിന്റെ പേരിൽ സ്വന്തം മക്കള് വാരിയല് അടിച്ചു തകർക്കുക. നിങ്ങൾ കണ്ടില്ല? ഇപ്പൊ അടുത്ത് കടന്ന ന്യൂസുകളാണ്. പിന്നെ ഒരു കല്യാണം നിഷേധിച്ചതിന്റെ പേരിൽ, കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ ടെക്സ്റ്റൈൽസ് കയറി മാതാവിന്റെ മുഖത്ത് കത്തി കുത്തിയിറക്കുന്ന മക്കള്, കൂട്ടം കൂടി വളർത്തി വലുതാക്കിയ മാതാവിനെ വീടിന്റെ പുറത്തേക്ക് വലിച്ചിറക്കി കൂട്ടം കൂടി ആക്രമിക്കുന്ന മക്കള്. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസുകള്. അപ്പം നമ്മളെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലോ. ഇന്ത്യൻ ഗവൺമെന്റ് അങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് അവകാശപ്പെട്ടതല്ലേ?
കേരളത്തിലല്ലേ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. 2026 സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഡെയിലി ഇങ്ങനെ നിരന്തരമായിട്ട് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ഇപ്രാവശ്യത്തെ ക്യാഷ് എന്ത് അവാർഡാണെങ്കിലും ഗവൺമെന്റ് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.